ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. ശുഭാപ്തി വിശ്വാസം എന്തിനും നല്ലതാണ്. അതുകൊണ്ട് തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 370 സീറ്റുകളിലേറെ നേടി BJP അധികാരത്തിൽ എത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള മുൻ കോൺഗ്രസ് പ്രധാനമന്ത്രിമാരെ കടന്നാക്രമിച്ച പ്രധാനമന്ത്രി അടുത്ത ലോക്സഭയിൽ കോൺഗ്രസിന്റെ സ്ഥാനം സന്ദർശക ഗാലറിയിൽ ആയിരിക്കുമെന്നും പറഞ്ഞു. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്റെ നന്ദി പ്രമേയമായ ചർച്ചയിൽ പ്രസംഗിച്ച മോദി BJP സർക്കാരിന്റെ 3ാം തവണയിൽ രാജ്യം ലോകത്തെ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാകുമെന്നും പറഞ്ഞു. സംഖ്യകൾ ഞാൻ കാര്യമാക്കുന്നില്ല, എന്നാൽ രാജ്യത്തിന്റെ വികാരം എനിക്കറിയാം. NDA 400 കടക്കും. BJP നിശ്ചയമായി 370 സീറ്റിലേറെ നേടും. ലോക്സഭയിൽ മോദി പറഞ്ഞു. ഇന്ത്യ 2014 ലോകത്തിലെ 11ാമത്തെ സാമ്പത്തിക ശക്തിയായിരുന്നു. ഇന്ന് ലോകത്തെ 5ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി. എന്നിട്ടും കോൺഗ്രസ് നിശബ്ദരാണ്. അവർക്ക് സ്വപ്നം കാണുവാനുള്ള ശേഷി പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു. അടുത്ത ഭരണകാലത്ത് 1000 വർഷത്തെ വികസനത്തിനുള്ള അടിത്തറ ഒരുക്കുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. അടുത്ത 30 വർഷം കൊണ്ട് 3ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുമെന്നാണ് 2014 ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ച ഘട്ടത്തിൽ വലിയ സാമ്പത്തിക വിദഗ്ധനായ അന്നത്തെ ധനമന്ത്രി പറഞ്ഞത്. കോൺഗ്രസ് സ്വപ്നം കണ്ടതുപോലെ ആയിരുന്നെങ്കിൽ ഇന്ന് നേടിയ വികസനമെല്ലാം നേടിയെടുക്കാൻ ഇനിയും പതിറ്റാണ്ടുകൾ വേണമായിരുന്നു. രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസ് നേതാക്കളെയും വിമർശിച്ച അദ്ദേഹം പല നേതാക്കളും രാജ്യസഭയിലേക്ക് മാറാൻ ശ്രമിക്കുകയാണെന്നും പറഞ്ഞു. പ്രതിപക്ഷത്തിന് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനുള്ള ധൈര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. സീറ്റുകൾ മാറുന്നതിനായി പലരും ശ്രമിക്കുന്നു. കോൺഗ്രസ് എന്ന കടയ്ക്ക് പൂട്ട് വീണിരിക്കുകയാണ്. കോൺഗ്രസ് ഒരു കുടുംബത്തിന്റെ കാര്യം മാത്രമാണ് ചിന്തിച്ചത്. കുടുംബാധിപത്യം കോൺഗ്രസിനെ നശിപ്പിച്ചു. ക്രിയാത്മക പ്രതിപക്ഷമാകുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു. പ്രതിപക്ഷ കാലത്ത് ദീർഘകാലം തുടരുവാനുള്ള തീരുമാനത്തെ അഭിനന്ദിക്കുന്നു. ഈ തീരുമാനം ഇനിയും ജനങ്ങൾ സാക്ഷാത്കരിക്കും, മോദി പരിഹസിച്ചു. ജവഹർലാൽ നെഹ്റു 1959 സ്വാതന്ത്ര്യ ദിനത്തിൽ ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിലെ വാചകങ്ങൾ ആവർത്തിച്ച നരേന്ദ്രമോദി ഇന്ത്യക്കാർ മടിയന്മാരും അറിവ് കുറവുള്ളവരുമാണെന്ന് അദ്ദേഹം കരുതിയിരുന്നതായി വിമർശിച്ചു. ഇന്ദിരാഗാന്ധിയും സമാന അഭിപ്രായം പറഞ്ഞു. ജനങ്ങളെ തങ്ങളെക്കാൾ വളരെ ചെറുതായി അവർ കരുതി. കാശ്മീരിൽ നെഹ്റു വരുത്തിയ പിഴവുകൾക്ക് രാജ്യം വലിയ വില നൽകേണ്ടി വന്നു. ഇതെല്ലാം ഞങ്ങൾ തിരുത്തുകയാണ്, നരേന്ദ്രമോദി പറഞ്ഞു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികളുടെ പ്രവർത്തനങ്ങളെ പ്രധാനമന്ത്രി പിന്താങ്ങി. BJP ഭരണകാലത്ത് 1 ലക്ഷം കോടി രൂപയുടെ കള്ളപ്പണമാണ് ED കണ്ടെത്തിയതെന്നും ജനങ്ങളിൽ നിന്നും കവർന്നിരിക്കുന്ന ഈ പണം വികസന പദ്ധതികൾക്ക് വേണ്ടി ഇപ്പോൾ ഉപയോഗിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. UPA കാലത്ത് അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ എത്തിക്കുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് 2 മടങ്ങ് വർദ്ധിച്ചു. വിലക്കയറ്റം ഏറ്റവും നടന്നത് കോൺഗ്രസ് ഭരണകാലത്താണെന്നും അദ്ദേഹം പറഞ്ഞു. വിലക്കയറ്റത്തെക്കുറിച്ച് മേ ഹംഗി മർ ഗയി തുടങ്ങിയ സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ പിറന്നത് കോൺഗ്രസ് കാലത്താണെന്നും അദ്ദേഹം വിമർശിച്ചിരുന്നു. നരേന്ദ്രമോദി നടത്തിയ ഈ പ്രസംഗം പദവിക്ക് ചേരാത്തതാണെന്നാണ് കോൺഗ്രസ് ആക്ഷേപം. ജവഹർലാൽ നെഹ്റുവിനെ അടക്കം പരിഹസിച്ചുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം നിർഭാഗ്യകരമാണെന്നും കോൺഗ്രസ് പ്രതികരിച്ചു. പ്രധാനമന്ത്രിയുടെ പദവിക്ക് ചേരാത്ത രീതിയിലാണ് മോദി സംസാരിച്ചത്. പ്രസംഗത്തിൽ പുതിയതായി ഒന്നുമില്ല എന്നും രാജ്യത്തിന് വേണ്ടി കോൺഗ്രസ് ചെയ്ത കാര്യങ്ങൾ ജനങ്ങൾക്ക് നന്നായി അറിയാമെന്നും S ജ്യോതിമണി MP പറഞ്ഞു. എന്തായാലും ഒരു തുറന്ന യുദ്ധത്തിനാണ് നരേന്ദ്രമോദി തയ്യാറെടുക്കുന്നതെന്ന പ്രസംഗത്തിലെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇതിനെതിരെ കോൺഗ്രസ് എന്തൊക്കെ പ്രവർത്തനങ്ങളായിരിക്കും നടത്തുക എന്നത് നമുക്ക് ഇനി കണ്ടറിയേണ്ടത് തന്നെയാണ്.